അല്ലാഹുവിന്റെ പ്രവാചകനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രിയപ്പെട്ട സ്വഹാബാ, അല്ലാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് കാട്ടേണ്ടതെന്ന് എന്നറിയോ? അസ്സലാ, നിസ്കാരത്തിലൂടെയാണ് മനുഷ്യന്റെ ഏത് വലിയ പ്രതിസന്ധി വന്നാലും, ഏത് വലിയ സങ്കടം വന്നാലും, ഏത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും സഹാബാക്രാമിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, 2 റക്അത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ? നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമോ? കാരണം എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് നിങ്ങൾ സുജൂദിൽ വീഴുകയാണ്, വീണുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മുഴുവൻ സങ്കടങ്ങളും നിങ്ങൾ അല്ലാഹുവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ വേദനകളും അല്ലാഹു മാറ്റും, നിങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു മാറ്റും, നിങ്ങളുടെ മുഴുവൻ കണ്ണീരുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ, സ്നേഹപ്രപഞ്ചം അല്ലാഹുവിലേക്ക് ഒന്ന് കൊടുക്കണം. അള്ളാഹുവിനെ വഴിപ്പെടുക, അതിന്റെ വഴിയാ നമ്മൾ പഠിപ്പിച്ച്, അള്ളാഹുവിന്റെ വഴിയാ നമ്മൾ പറയുന്ന നിസ്കാരമെന്നാണ്. പെങ്ങളെ, ജീവിതം എല്ലാവരും സങ്കടത്തിൽ, എല്ലാവരും ദുഃഖത്തിലാണ്. എന്തിനേറെ ഒരാൾ ഓടി വരികയാണ്, ഒരു സ്വഹാബി. ആരുടെ മുമ്പിലാണ്? ബഹുമാനപ്പെട്ട ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഓടി വന്നുകൊണ്ട് പറയുന്ന, ജുബൈർ തങ്ങളെ, വീടിന്റെ അകത്തട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളുമുണ്ട്. ആ സങ്കടങ്ങൾ മാറ്റാൻ, ആ പ്രയാസങ്ങൾ മാറ്റാൻ ഞങ്ങൾ കടന്നു വന്നതാണ്. അതുകൊണ്ട് ജുബൈർ തങ്ങളെ, അതിന് പറ്റുന്ന വല്ല ദിക്റുമെന്ന് പഠിപ്പിക്കുമോ? ജുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി അറിയുമോ? നിങ്ങൾ ദിക്റ് ചൊല്ലണ്ടാന്ന് പറയുന്നില്ല, സുജൂദിൽ വീഴണ്ടാന്ന് പറയുന്നില്ല, അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ചോദിക്കണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഒരൊറ്റ ഡിമാൻഡ്, അസ്സലാ, നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് നിങ്ങളൊന്ന് നിസ്കരിച്ചാൽ, ആ നിസ്കരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹമാണോ ആ ഒരാഗ്രഹം നിങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു പോയാൽ നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റുകയാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുകയാണ്, നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്ന് പറയുമ്പോ പടച്ചവനെ, ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഓടുകയാണ്. ആവേശത്തോടെ നടക്കുന്നു വീടിൻ ഉള്ളില്, ചെന്നു വിളിച്ചത ഭാര്യ മക്കളെ ചാരത്ത്, ഒന്നങ്ങടുക്കുമോ ജീവിതയാത്ര പൂമുത്ത്, കരളിൽ അനുഗ്രഹം ജുബൈറിൻ വാക്ക് തിരുസത്ത്, അറിവിന്റെ ബിന്ദു ജുബൈറിൽ നിന്നും ലഭിച്ചില്ലേ, അതു നമ്മോടുള്ളില് ചേർത്തിരുന്നാൽ സുഖമല്ലേ. അല്ലാഹുവേ, ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ്. വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിട്ട് പറയും, നല്ല പെണ്ണേ, എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തില് ഇത്രയും സങ്കടങ്ങൾ വന്നതെന്നറിയുമോ? ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ? ഇത്രയും വേവലാതി വന്നതെന്നറിയുമോ? ഇത്രയും കണ്ണീര് വന്നതെന്നറിയുമോ? ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ? അതുകൊണ്ട് മോളെ, ഒരു കാര്യമുണ്ട്, നമ്മുടെ നിസ്കാരത്തിന്റെ ടൈമുകൾ പലപ്പോഴും പിന്തിച്ചു പോയി. പക്ഷേ ജുബൈർ റളിയല്ലാഹു അൻഹുവിനറിയാം, ഒരു വഖത്തും മുടങ്ങാത്ത ഒരാളാണ് ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് നിസ്കാരം കറക്റ്റാക്കാൻ പറഞ്ഞത്? ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ വേറെ എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല, അസറിന് ബാങ്ക് വിളിക്കുമ്പോ മഗ്രിബിന് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവേ, നിസ്കാരത്തിന്റെ ടൈമിനെയും പിന്തിപ്പിച്ചുകൊണ്ട് കടന്നു പോയാൽ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സങ്കടമാണ്, എന്നാൽ വലുതാണ്, അതിൽ കുറയുന്നില്ല, അതിൽ ഒരുപാട് സമ്പത്തുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, ഈ സ്വഹാബി കടന്നു വരികയാണ്. അന്ന് മുതൽ മുടങ്ങാതെ 1 മാസം നിസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു വേള പവിത്രമായ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പോകുമ്പോ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. കാണുമ്പോൾ അൽഹംദുലില്ലാഹ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുസാബഹത്ത് ചെയ്തിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ സങ്കടങ്ങൾ മാറ്റിയിരിക്കുന്നു.
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ മക്കളുടെ സങ്കടങ്ങൾ മാറ്റി, എന്റെ ഭാര്യയുടെ സങ്കടങ്ങൾ മാറ്റി. ഇന്ന് എന്റെ വീടിന്റെ അകത്തട്ടിൽ എത്രയോ ആനന്ദം കടന്നു വന്നിരിക്കുകയാണ്, എത്രയോ ആഹ്ലാദം കടന്നു വന്നിരിക്കുകയാണ്. ചൊല്ലു മദീനയിലേക്കൊരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സ്വലാത്തുകൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എന്റെ ദാറുസ്സലാമിന്റെ പ്രിയപ്പെട്ടവർക്ക് മുഴുവനും മുസ്തു മുസ്തഫാനെ കാണാനുള്ള സൗഭാഗ്യം നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അവിടുന്ന് സ്വഹാബി പറയാണ്, വേദനകൾ അല്ലാഹു മാറ്റിയെന്നാണ്, സങ്കടങ്ങൾ അല്ലാഹു മാറ്റിയെന്നാണ്, ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിയെന്നാണ്, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിയെന്നാണ്. അതുകൊണ്ട് നമ്മളും നല്ലതുപോലെ ചെയ്തു പോയാൽ ഏന്തി വരട്ടെ, അല്ലാഹു നമുക്കൊരു വാതിൽ തുറന്നു തരും. അല്ലാഹു നമുക്കൊരു വാതിൽ തുറന്നു തരും, ഏതെങ്കിലും ഒരു വഴിയിലൂടെ. ഒന്നുകിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർക്ക് മനസ്സ് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കും. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് യഥാർത്ഥപരമായി നിസ്കാരത്തെ വളരെ കറക്റ്റായി കൊണ്ടുപോകുമ്പോ നമ്മുടെ കയ്യിലൊന്നും വേണ്ട, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും. ആ ആളുകളിലേക്ക് അള്ളാഹു ഒരു ചെറിയ തോന്നൽ കൊടുക്കും, ഇന്ന ആളെ നീ ഒന്ന് സഹായിക്ക്, അവൻ പാവമാൻ. അങ്ങനെ ഓരോന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിൽ അള്ളാഹു എന്തെങ്കിലും തോന്നിപ്പിക്കുള്ളൂ, സ്വതക്ക ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും. അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. നമ്മൾ പോലും അറിയില്ല, പഠിച്ചവനെ ഇന്നലെ വരെ കട തുറന്നിരുന്നു, ഒരു വരുമാനമില്ല, നമ്മൾ കട തുറന്നിരുന്നു, ഒരു വരുമാനമില്ല. ആളുകൾ വരുന്നു, ചില ആളുകൾ പറയും, ഉസ്താദേ നമ്മൾ കുറെ നേരമായി കട തുറന്നിരുന്നു, ടീച്ചടിച്ചിട്ട് ഇങ്ങനെ പോവാൻ. അത് മാറണോ? അത് മാറണോ? അതിനുള്ളൊരു വഴിയാണ് സ്വലാ. അല്ലാഹുവേ, ജുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ടപ്പോ ചോദിച്ചെങ്ങനുണ്ട്? ഇപ്പൊ അൽഹംദുലില്ലാ നല്ല മാറ്റമാണ് എന്നവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ഉഷാറായി എന്നൊക്കെ കടന്നു വരാം. ചോദിച്ചു എന്താണ്? അവിടുന്ന് പറഞ്ഞു, നല്ല ആക്റ്റീവായിരിക്കണം, നിസ്കരിക്കുമ്പോ ഉറങ്ങിത്തൂങ്ങരുത്, സുജൂദ് ചെയ്യുമ്പോ ഉറങ്ങിത്തൂങ്ങരുത്, പെട്ടെന്ന് നിസ്കാരം ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മറ്റുള്ളവരോട് പറയരുത്. നമ്മളെന്താ പറയാ? നമ്മളിപ്പോ തറാവീഹിന്റെ പള്ളിയിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തറാവീഹിന്റെ പള്ളിയിൽ പോയാൽ നമ്മൾ 5-6 പള്ളി ആദ്യം കയറും. എന്താണെന്നറിയോ? ഏത് പള്ളിയിലാണ് പെട്ടെന്ന് തീരുക ആ പള്ളിയിലെ പിന്നെ പോവുള്ളൂ. അവിടുത്തെ ഉസ്താദ് അടിപൊളി ഉസ്താദ്, ഇപ്പുറത്ത് കുറച്ച് നന്നായിട്ട് ഓതി ഒരു ജുസുവൊക്കെ അല്ലെങ്കിൽ 2 ജുസുവൊക്കെ തറാവീഹ് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അയാൾക്ക് ഭ്രാന്ത്. പെട്ടെന്ന് കൂടെ ചട്ടപ്പോടെ കൊണ്ട് തീർത്താലോ? സൂപ്പർ ഉസ്താദ് അല്ലേ? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിത്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ഖൂബതി. എത്ര ആളുകളാണ് സങ്കടത്തിൽ കഴിയുന്നത്? ആളുകൾ നിസ്കരിക്കും, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിത്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ഖൂബതി. ഒരുപാട് ആളുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ലോകത്തില്ലാത്ത എന്തെല്ലാം നമുക്ക് മറന്നുപോയോ ആ മറന്നുപോയ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നിസ്കാരത്തിൽ വരും. 10 രൂപ എവിടെയോ എന്നോ ഒരു കൊല്ലം കൊടുത്തതാണ്, ഇനി ഒന്നും ഓർമ്മയില്ലേ? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, പടച്ചോനെ ഇന്നലല്ലേ സുബൈറിന് ഒരു 10 രൂപ ഞാൻ കൊടുത്തത്, കഴിഞ്ഞ മാസം കൊടുത്തത് മേടിച്ചില്ലല്ലോ. എപ്പോ? നിസ്കാരത്തിൽ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്തെല്ലാം ചിന്ത വരുന്നുണ്ട്. ഉമ്മമാര് ചിന്തിക്കും, പടച്ചോനെ അരി അടുപ്പത്തിട്ടേക്കാൻ വെന്ത് കാണും. ചിലർ ചിന്തിക്കും, അള്ളാഹു നാളെ മോളെ കല്യാണം എന്താ ഉണ്ടാവും, ഇതൊക്കെ എവിടെ? നിസ്കാരത്തിലാണ്. അതേസമയം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ഒരു ചിന്തയും കടന്നു വരാതെ നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിക്ക്, നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കും. നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കും. ഇന്നിപ്പോ നമുക്ക് സങ്കടമുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മാറും എന്നാണ് ചില ആളുകളുടെ ചിന്ത. പക്ഷെ എപ്പോഴാ ഈ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിൽക്കുമ്പോഴും നമ്മുടെ ചിന്ത എന്താ? അള്ളാഹു ഈ നിസ്കാരത്തോടുകൂടി എല്ലാം മാറണമെന്നാ. അങ്ങനല്ല. അള്ളാഹുമായി നമ്മൾ നിൽക്കുമ്പോൾ അപ്പോ ആ സമയത്ത് ചിന്ത, റബ്ബേ എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്ക്, അള്ളാഹുവിന് വേണ്ടി ഖൽബ് കൊടുക്ക്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ, 2 കൈകൾ നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അക്ബർ നിറഞ്ഞ മനസ്സോടെ
ഇനി നമ്മൾ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? യജമാനന്റെ മുമ്പിലാണ്. നമ്മളെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിലാണ്. ചിന്തിച്ചു നോക്ക്, നമ്മൾ കൈകെട്ടി നിൽക്കുന്ന സമയം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈകെട്ടുമ്പോ പിന്നെ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ വരരുത്. അള്ളാഹു അക്ബർ ബിസ്മില്ലാ, നല്ല മനസ്സോടെ വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്, അപ്പോഴൊക്കെ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹ് മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് സലാം വിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുആ ചെയ്യും. മകളെ കെട്ടിക്കുന്ന കാര്യമാണോ, ബാപ്പ രോഗിയായി കിടക്കുന്ന കാര്യമാണോ? പക്ഷെ എന്ത് വേണം? അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മുടെ ഖൽബ് കൊണ്ടുണ്ടാകണം. ആ ഒരു ചിന്ത നിങ്ങളുടെ ഖൽബിൽ വരുമ്പോഴാണ് രക്ഷപ്പെടുന്ന എന്ന് ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആവേശത്തോടെ കടന്നു പോവുകയാണ്. വീണ്ടും ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ പെണ്ണേ, നമ്മൾ നല്ലതുപോലെ കടന്നു പോയാൽ, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോയാൽ, ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു പോയാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ അല്ലാഹു എളുപ്പമാക്കുമെന്ന ഒരു മാസം കഴിഞ്ഞ് വീണ്ടും കണ്ടു. അപ്പോൾ പറഞ്ഞ അൽഹംദുലില്ലാഹി അൽഫ മറ അലാ കുല്ലി ഹാൽ. എത്രയോ എളുപ്പമാണ്, കാര്യങ്ങൾ റാഹത്താവുകയാണ്. എവിടെ നിന്നാണ് കടന്നു വന്നത്? സഹോദരങ്ങളെ, ഖൽബിയായിട്ടുള്ള ബന്ധം കൊടുത്തപ്പോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സുബൈക്ക് എഴുന്നേൽക്കുകയാണ്. സുബൈക്ക് എഴുന്നേക്കുന്ന സമയം നമ്മുടെ മനസ്സിൽ ഏതായാലും എഴുന്നേക്ക്, ഇനി നമുക്ക് ഉറങ്ങാനുള്ള സമയം ഉണ്ടല്ലോ, അങ്ങനെ ഏതായാലും ഒന്ന് എഴുന്നേക്കാം, ഇനി നമുക്ക് ഉറങ്ങാമല്ലോ, അതിന് വേണ്ടിയല്ല. എഴുന്നേൽക്കുമ്പോ അല്ലാ, എനിക്ക് ശ്വസിക്കാൻ വായു തന്ന അല്ലാ, എനിക്ക് ശ്വസിക്കാൻ വായു തന്ന അല്ലാ, എന്നെ പരിപാലിക്കുന്ന അല്ലാ, എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന അല്ലാ, ആ പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് എന്നുള്ള നീയത്തോടു കൂടിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലോ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പിലേക്കൊന്ന് കടന്നു വരേണ്ടുന്നത്. അപ്പൊ എപ്പോഴും അള്ളാഹുമായിട്ടൊരു ബന്ധം, നമ്മുടെ ഖൽബിയായൊരു ബന്ധം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ളൊരു സന്തോഷം നമ്മൾ കൊടുക്കണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്, ഇല്ലേ? നമ്മളൊക്കെ ഭയങ്കര ദുആയാണ്. അല്ലാഹുവേ, മക്കള് രോഗിയാണ്, ഭാര്യ രോഗിയാണ്, ഉമ്മ രോഗിയാണ്, എന്റെ ഉമ്മാന്റെ രോഗം മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകൾ കരയുന്നുണ്ട്. എന്തേ നിങ്ങളുടെ കണ്ണീർ അല്ലാഹു കേൾക്കാത്തത്? പക്ഷേ റബ്ബിന് വേണ്ടി ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് നിസ്കാരം. അത് നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ദുആ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റുകയാണ്, നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റുകയാണ്, നിങ്ങളുടെ ആപലാദികൾ, നിങ്ങളുടെ വേവലാദികൾ എല്ലാം അല്ലാഹു മാറ്റുകയാണ്. പക്ഷെ റബ്ബുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടാകണം. ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നമ്മുടെ ദാറുസ്സലാമിന്റെ കുടുംബക്കാർ സ്വലാത്തുകൾ ചൊല്ലി, ഈ ചൊല്ലി മുഴുവൻ സ്വലാത്തുകളും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റൗളാ ഷരീഫിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വന്നാൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കും. ആരെയൊക്കെ പറ്റി എന്തെല്ലാം പറയുന്നതൊക്കെ നമ്മൾ ഓർക്കും. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്കാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, രാജസയ്യിദാവായ അല്ലാ, പടച്ചവനെ നീ ഖബൂലാക്കണേ അല്ലാ. എല്ലാവരും ചൊല്ലിക്കേ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി ചൊല്ല് മൗലായ സ്വല്ലി ബസാലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അം ഗബ്ബത്തി الرحمي تلقاء كلمتي وأومل البرق في الظلماء من إلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت اكفف عمتا وما لقلبك إن قلت استفق يغمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ദാറുസ്സലാമിന്റെ കുടുംബക്കാര് മുത്തു മുസ്തഫാക്ക് വേണ്ടി ചൊല്ലിയ ഈ പരിശുദ്ധമായ സ്വലാത്തുകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കണേ അല്ലാ. വേദനകള് കൊടുക്കല്ല അല്ലാ, പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും കണ്ണീരുകളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ എല്ലാ സങ്കടങ്ങളും മാറ്റി എല്ലാ ദുഃഖങ്ങളും മാറ്റി സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സന്തോഷത്തിന്റെ വഴികൾ കൊടുക്കണേ അല്ലാ. ദുഃഖങ്ങൾ കൊടുത്ത് പ്രയാസത്തിലാക്കല്ല അല്ലാ. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നിയത്തോടെ എല്ലാവരും നല്ല മനസ്സോട് കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുക. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മരിക്കുമ്പോ കലിമ ചൊല്ലി മരിക്കണം എന്നുള്ള നിയത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل الله سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയത് മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഖബറിടങ്ങളും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക
റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആരൊക്കെയാണ് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്, അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ തരല്ലേ അല്ലാഹ്, വിഷമങ്ങൾ തരല്ലേ അല്ലാഹ്, ദുഃഖങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പാവപ്പെട്ട ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അവർക്ക് അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വേദനകളും കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കല്ല പടച്ചവനെ, വിഷമങ്ങൾ കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ അതൊക്കെ നീ മാറ്റണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, അപസ്മാരം തരല്ലേ അല്ലാഹ്. ദാറുസ്സലാമിന്റെ ഗ്രൂപ്പിലുള്ളവർ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് പടച്ച റബ്ബേ ദുആ ചെയ്യാൻ പറയുന്നത്, അത് മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ. ുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, പാവപ്പെട്ട പ്രവാസികളുണ്ട്, അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. അവരുടെ ദുഃഖങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, വേദനകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ലേ അല്ലാഹ്, ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ലേ അല്ലാഹ്, കണ്ണീരുകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ദാറുസ്സലാമിന്റെ കുടുംബത്തിലുള്ള ഓരോ കുട്ടികളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാരെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഓരോ ജില്ലകളിലുള്ള ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വേദനകൾ കൊടുത്തിട്ട് സങ്കടത്തിലാക്കി ദുഃഖത്തിലാക്കിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ്, ദുഃഖങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാളെയും സങ്കടത്തിലാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, പാവപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ കർണാടകയിലുള്ള, അതുപോലെ അല്ലാഹുവേ പല നാടുകളിലുള്ള പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ആരെയും നീ മോശമാക്കല്ലേ അല്ലാഹ്, ആരെയും സങ്കടത്തിലാക്കല്ലേ അല്ലാഹ്. സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.